ഞാൻ ലിറ്റിൽ ഫ്രം വിദ്യാവിഹാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അൽഫിദാജി. ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് കൊച്ചേട്ടൻ്റെ കത്ത്. സാർത്ഥക് സിദ്ധാന്ത്, നേരുള്ള പോരാട്ടത്തിൻ്റെ പേര്. പ്രിയ DCL കുടുംബാംഗങ്ങളെ, അർത്ഥമില്ലാത്ത ചിത്താന്തങ്ങൾക്കായി വീട്ടിലും നാട്ടിലും സമരപരമ്പരകൾ നടത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്കു മുന്നിൽ, വിദ്യാർത്ഥി സംഘടനകൾക്കു മുന്നിൽ ഇതാ അർത്ഥമുള്ള സിദ്ധാന്തങ്ങളിലൂടെ പുതുവിപ്ലവത്തിൻ്റെ വിസിൽ മുഴക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രതിഭ, സാർത്ഥക് സിദ്ധാന്ത്. ജാർഖണ്ഡ് സംസ്ഥാനത്തെ റാഞ്ചി നഗരത്തിൽ നിന്നും സ്വന്തം ബ്ലോഗിങ്ങിലൂടെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഈ 17-കാരൻ +2 വിദ്യാർത്ഥിയെക്കുറിച്ചാകട്ടെ ഇന്നത്തെ കൊച്ചേട്ടൻ്റെ കത്ത്. അസതോമ സദ്ഗമയ എന്ന ആദർശവുമായി 1962 ജൂലൈ 1 ഔദ്യോഗികമായി ആരംഭിച്ച സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ ഒന്നാണ്. 30,000-ലധികം അഫിലിയേറ്റഡ് വിദ്യാലയങ്ങളിലായി 3 കോടിയിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന CBSE സിലബസിൽ ഇക്കഴിഞ്ഞ ബോർഡ് എക്സാമിന് 10-ലും 12-ലും മാത്രം പരീക്ഷ എഴുതിയത് 42 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഇതിൽ +2 പരീക്ഷ എഴുതിയ 17.8 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ കഥാനായകനായ സാർത്ഥക് സിദ്ധാന്ത്. സാർത്ഥക് എങ്ങനെയാണ് താരമായതെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇക്കഴിഞ്ഞ +2 പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ഡിജിറ്റലായി പരിശോധിക്കുവാൻ CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് OSM എന്ന സംവിധാനമാണ് സ്വീകരിച്ചത്. ഇതനുസരിച്ച് മൂല്യനിർണ്ണയം നടത്തി പ്രഖ്യാപിച്ച 2025-26 CBSE +2 പരീക്ഷാ ഫലത്തിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്നും വ്യാപകമായ ആക്ഷേപവും പ്രതിഷേധവുമാണ് രാജ്യമെങ്ങും അലയടിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ മാർക്ക് സംബന്ധമായ പരാതികളുമായി മുന്നോട്ട് വന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വിലാപവും പരിഭവവുമായി വിഷമിച്ചപ്പോൾ ഇത്ര അശ്രദ്ധമായും തെറ്റായ വിലയിരുത്തൽ നടത്തിയ കമ്പനി ഏത് എന്നാണ് സാർത്ഥക് അന്വേഷിച്ചത്. വിവരാവകാശത്തിലൂടെ ലഭിച്ച തന്റെ പരീക്ഷാ പേപ്പറുകൾ പരിശോധിച്ച സാർത്ഥക് ഞെട്ടിപ്പോയി. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി സ്കാൻ ചെയ്ത തന്റെ പല പേജുകളും അവ്യക്തമാണ്. എന്നിട്ടും തന്റെ പേപ്പറുകൾക്ക് ആരോ തോന്നിയ പോലെ മാർക്കിട്ടിരിക്കുന്നു. ഈ തിരിച്ചടിയിൽ തന്റെ സ്വപ്നങ്ങൾ തകർന്നടിയാൻ സാർത്ഥക് അനുവദിച്ചില്ല. പകരം ഒറ്റയ്ക്ക് പോരാടാൻ അവൻ തീരുമാനിച്ചു. മൂല്യനിർണ്ണയത്തിലെ പിഴവ് അത് ചെയ്ത കമ്പനിയുടെ തെറ്റാണ് എന്ന തുടർച്ചയായ അന്വേഷണത്തിലൂടെ സാർത്ഥക് തിരിച്ചറിഞ്ഞു. മൂല്യനിർണ്ണയത്തിനായി ടെൻഡർ വ്യവസ്ഥകൾ അപ്പാടെ തെറ്റിച്ച് CBSE തിരഞ്ഞെടുത്തത് മുമ്പുണ്ടായിരുന്ന ഗ്ലോബറീന ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേര് മാറ്റി കോയെംസ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ വന്ന കമ്പനിയെയാണ് എന്ന് സാർത്ഥക് മനസ്സിലാക്കി. 2019 തെലങ്കാന ഇന്റർമീഡിയറ്റ് പരീക്ഷാ ഫലം വിവാദത്തിന്റെ കാരണമായ കമ്പനിയാണ് ഗ്ലോബറീന. അന്ന് മൂല്യനിർണ്ണയ പിഴവ് മൂലം 23ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ കരിമ്പട്ടികയിലുള്ള കമ്പനിക്ക് ടെൻഡർ വ്യവസ്ഥകൾ മാറ്റിയെഴുതി 17.8 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി പന്താടാൻ എറിഞ്ഞുകൊടുത്ത ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ തന്റെ ബ്ലോഗിലൂടെ സാർത്ഥക് ആക്രമണം അഴിച്ചുവിട്ടു. സാർത്ഥക് സ്വയം പിഴച്ചില്ല, പരാതി പറഞ്ഞ് നിരാശനായില്ല. സ്വന്തം കഴിവിലും അധ്വാന ഫലത്തിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന അവൻ തന്റെ കണ്ടെത്തലുകൾ ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിര സമിതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ന് CBSE ഓഫീസ് ഈ കമ്മിറ്റിയുടെ അന്വേഷണത്തിലാണ്. പ്രിയ കൂട്ടുകാരെ, ഇതൊരു വിദ്യാർത്ഥി സമരത്തിന്റെ ചരിത്രമാണ്. സ്വന്തമായി സിദ്ധാന്തമുള്ള, ബോധ്യങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു വിദ്യാർത്ഥി ഒറ്റയ്ക്ക് നടത്തുന്ന സമരം. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കുടിപ്പകയുടെയും ഗൂഢലക്ഷ്യങ്ങളുടെയും ഇരകളായി വിദ്യാലയങ്ങളും കോളേജുകളും നിശ്ചലമാക്കി, പഠിപ്പുമുടക്കി, തമ്മിൽ തല്ലി, കൊലവിളി നടത്തി, പൊതുമുതൽ നശിപ്പിച്ച്, ഗുരുനിന്ദയുടെ നികൃഷ്ട കർമ്മങ്ങളിലൂടെ ഗുരുത്വം നഷ്ടമാക്കി ഭാവി ആവിയാക്കുന്ന നിഷേധാത്മക വിദ്യാർത്ഥി സമര ചരിത്രങ്ങളെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? വികാരങ്ങൾക്കു പകരം വിചാരവും വിവേകവും ഉപയോഗിച്ച് അനുഭവങ്ങളെ നേരിടാനും അർത്ഥപൂർവമായി രാജ്യനന്മയ്ക്കായി നേരോടെ പോരാടുവാനും സാർത്ഥക് സിദ്ധാന്ത് എന്ന പ്രതിഭയെ നമുക്ക് മാതൃകയാക്കാം. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.